ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ കോഴ്സ് മീലിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. നമ്മുടെ നാട്ടിലെ അല്ല, ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചെങ്കിലും എൻ്റെ സഹവാസം മൊത്തം നോർത്ത് ഈസ്റ്റ് ആൾക്കാരുടെ കൂടെയായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആസാമിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. അപ്പം ഈ കൊൽക്കത്ത, ബംഗാൾ, ആസാം ഇവിടെയൊക്കെ നോർമലായിട്ട് ബേസിക് ഫുഡാണ് കേട്ടോ. ചോറും ദാൽ കറിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സംഭവം കൂടെയുണ്ട്. അതാട്ടോ എന്നുണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ പണ്ട് പരിപ്പ് കറി കണ്ണെടുക്കാത്ത എനിക്കിപ്പോൾ ഇതൊക്കെ കഴിക്കാൻ ഇടയ്ക്ക് കൊതി തോന്നും, പണ്ടത്തെ ഓർമ്മയിലേ. അപ്പം അങ്ങനെ ഞാൻ ആദ്യം ദാൽ കറിയാണ് ഉണ്ടാക്കിയത്. കടുകും ജീരകവും കൂടെ വറുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി ഓപ്ഷണലാണ്, ഇഞ്ചി ഇടാം. പിന്നെ വെളുത്തുള്ളി, സവോള, മുളക്, പിന്നെ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് സ്റ്റിർ ഫ്രൈ ചെയ്യുക. ഇത് നമുക്ക് വേറെയൊക്കെ ആയിട്ട് ഇടാൻ പരിപ്പ് വേവിച്ചിട്ടൊക്കെ, പക്ഷെ ഞാൻ മടിച്ചായത് കാരണം ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ ചെയ്താൽ പരിപ്പിട്ട് വേവിക്കുക കേട്ടോ ചെയ്തേ. അത് കഴിഞ്ഞ് ഇതിലോട്ട് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ഇടുന്നത്. എനിക്ക് ഇച്ചിരി സ്പൈസ് ഇഷ്ടമായത് കാരണം കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ട്. അത് കഴിഞ്ഞ് പരിപ്പും കൂടെ ഇട്ട് വിസിലടിക്കാൻ വയ്ക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത് നമ്മുടെ മല്ലിയില ഇട്ടാണ് കേട്ടോ. വീട്ടിലുണ്ടായിരുന്ന മല്ലിയിലയാണ് ഇട്ടത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂട്ടല്ലേ, ഈ ആഫ്രിക്കൻ മല്ലിയില അങ്ങനെ എങ്ങാണ്ട് അതിനെ പറയണേ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ സംഭവം ഉണ്ടാക്കാൻ ആലു ഭർത്ത എന്നാണ് കേട്ടോ പറയുന്നത്. അതുണ്ടാക്കാൻ നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്യുന്നു. പിന്നെ ഈ വെളുത്തുള്ളിയും വറ്റൽമുളകും സവോളയും കൂടെ മൂപ്പിച്ച് എടുക്കും എണ്ണയിൽ. എന്നിട്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പും മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മുളകൊക്കെ പൊട്ടിക്കില്ലേ അതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഞാൻ മാസ്റ്റർ ഷെഫിൽ കണ്ട് നമ്മൾ ഈ ചോറിനകത്ത് തന്നെ കുഴിക്കകത്ത് ഇങ്ങനെ ദാൽ ഒഴിക്കത്തില്ലേ, ആ സംഭവം വേണ്ടി ചെയ്താൽ പക്ഷേ അത് സെറ്റായി വന്നു കേട്ടോ. അത് കാരണം കുഴപ്പമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആസമീസാണേ, അവളുടെ അമ്മ ഒരു ദാൽ കറി ഉണ്ടാക്കും. അതിൻ്റെ 7 അയലക്കത്ത് പോലും എൻ്റെ ദാൽ കറി വന്നില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ സത്യമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതുണ്ടാക്കി കഴിച്ചപ്പോൾ. ഞാൻ 3 വർഷമായിട്ട് മടി പിടിച്ചിരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. അവൾ എന്നെ എപ്പോഴും വിളിച്ച് ചീത്ത പറയും. അവർ നോർമലി കഴിക്കുന്ന ഒരു ബേസിക് മീലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ മീൻ വറുത്തതൊക്കെ കഴിക്കും, ചിക്കൻ കഴിക്കും. അപ്പോൾ ഇത് ബേസിക് സാധനം കഴിക്കാനാണ് എനിക്ക് തോന്നിയത്. അത് ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ലേ അങ്ങനെ. അപ്പോൾ അവർ ഈ ചോറിൻ്റെ കൂടെ നാരങ്ങ കഴിക്കും കേട്ടോ. അവർക്കൊരു പ്രത്യേക തരം നാരങ്ങയുണ്ട്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുണ്ടായൊരു നാരങ്ങ എനിക്ക് കിട്ടിയപ്പോൾ ഈ നാരങ്ങ കണ്ടാട്ടോ ഞാനിത് ഉണ്ടാക്കാൻ ഇൻസ്പയർ ആയ. നമ്മുടെ കുഞ്ഞ് സൈസ് നാരങ്ങയല്ല, വലിയ നാരങ്ങയില്ലേ അതാ. അപ്പം അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. സൂപ്പറായിരുന്നു ഗൈസ്. ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയണം എന്നുള്ളവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.